പരിശുദ്ധവും പരിപാവനവുമായ മുഹറമിന്റെ അവസാന വെള്ളിയാഴ്ച പകലിലാണ് നാം ഉള്ളത്. ഈ വെള്ളിയാഴ്ച പകലിൽ നാം ചൊല്ലൽ ഏറ്റവും എളുപ്പമുള്ള, നമുക്കേവർക്കും പരിചിതമായ ഒരു ചെറിയ സ്വലാത്ത്, ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ചെറുതാണെങ്കിലും അതിന്റെ പവർ വലുതാണ്. അതിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങളുടെ, മഹാത്ഭുതങ്ങളുടെ പ്രധാനപ്പെട്ട 8 നേട്ടങ്ങൾ. നബിതങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹം പറഞ്ഞു, പക്ഷെ കണ്ണിന് കാഴ്ചയില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ചൊല്ലാൻ പറഞ്ഞ ആ കാഴ്ചയില്ലാത്ത മനുഷ്യൻ സ്വപ്നം കണ്ട അത്ഭുതത്തിന്റെ സ്വലാത്തിനെ പറ്റിയും വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. റഹ്മത്തല്ലേ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ ഒരു മുഹറമിന്റെ അവസാന വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച അല്ലാഹു സ്വീകരിക്കുന്ന ഒരു വെള്ളിയാഴ്ചയാക്കി അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമുക്കൊരു സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ച രാവും പകലുമാണ്. കോടാനുകോടി വിശ്വാസികൾ, പ്രവാചകനുരാഗികൾ മദീനയിലേക്ക് ലക്ഷോപലക്ഷം സ്വലാത്തുകൾ സമർപ്പിക്കുന്ന അത്ഭുതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളാണ് വെള്ളിയാഴ്ച രാവും പകലും. അതുകൊണ്ട് തന്നെ ഏത് സ്വലാത്തും ചൊല്ലാം. നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ അറിയാം. ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദർ ചാനലിലൂടെ തന്നെ നമ്മൾ എത്രയോ സ്വലാത്തുകൾ ചൊല്ലിയവരാണ്, പഠിച്ചവരാണ്, അറിഞ്ഞവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി അൽഹംദുലില്ലാ നിങ്ങളിവിടെ സഞ്ചരിക്കുകയാണ്. അള്ളാഹു സ്വീകരിച്ചവർ, കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ്. ആ സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന സ്വലാത്തുമാണ്. പക്ഷേ പലർക്കും അതിന്റെ മഹത്വം അറിയില്ല. മഹാനായ ഇമാമുന ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഷഅറാനി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, മൻ സ്വല്ലാ സ്വലാത്തൻ വാഹിദ, ഈ പറയുന്ന സ്വലാത്ത് ആരെങ്കിലും ഒരു തവണ ചൊല്ലിയാൽ 70 റഹ്മത്തിന്റെ വാതായനങ്ങൾ അല്ലാഹു അവന് തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70 റഹ്മത്തിന്റെ കവാടം ഒന്ന് ആലോചിക്കേ. നബി തങ്ങൾ പറഞ്ഞെന്താ? ലാ യദ്ഖുലുൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഒരാളും പ്രവേശിക്കൂല റബ്ബിന്റെ കരുണയില്ലാതെ. ദുനിയാവിൽ ഏതൊരു കാര്യം വിജയിക്കണോ ഇല്ലാ ബിറഹ്മത്തില്ല, പടച്ചവന്റെ കരുണയുണ്ടാകണം. ആ അള്ളാന്റെ കരുണയും കാരുണ്യവുമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ നിദാനമെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആ വിജയത്തിന്റെ പ്രധാനപ്പെട്ട നിമിഷമാണ് അള്ളാന്റെ റഹ്മത്ത്. ആ റഹ്മത്ത് നമ്മിലേക്ക് സമാഗതമാകും. ഒരൊറ്റ തവണ ചൊല്ലിയാൽ 1 സെക്കൻഡ് പോലും വേണ്ട. അതാണ് പ്രധാനം. 1 സെക്കൻഡ് പോലും ഇല്ലാത്ത, സെക്കൻഡ് പോലും സമയമെടുക്കാത്ത ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ നബി തങ്ങൾ പറയുന്നു 70 റഹ്മത്തിന്റെ കവാടം അള്ളാഹു നിങ്ങൾക്ക് തുറന്നിടുന്നു. രണ്ടാമത്തെ നേട്ടം, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളോട് അനുകമ്പ ഇട്ട് തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജീവിതത്തിൽ ജനങ്ങൾക്ക് നിങ്ങളോട് ഒരു അനുകമ്പ ഉണ്ടാകും, ഒരു ദയ ഉണ്ടാകും, ദേഷ്യം ഉണ്ടാവൂല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് പറഞ്ഞു, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കാപഢ്യം നിറഞ്ഞു നിൽക്കുന്നവരല്ലാത്തവരാരും നിങ്ങളോട് ദേഷ്യപ്പെടൂല. ചിലർ പറയും, ഉസ്താദേ വീട്ടിൽ എപ്പോഴും ദേഷ്യമാണ്, ഭർത്താവിന് ദേഷ്യം, മക്കൾക്ക് ദേഷ്യം, അതുപോലെ അമ്മാവിക്ക് ദേഷ്യം, അമ്മാവന് ദേഷ്യം, അങ്ങനെ പലർക്കും ദേഷ്യമാണ്. എന്താണെന്നറിയില്ല ഉസ്താദേ, നിങ്ങൾ ഈ സ്വലാത്ത് പതിവാക്കിക്കോ, നിങ്ങളോട് മനസ്സിൽ കാപഢ്യമല്ലാത്തവരാരും നിങ്ങളോട് ദേഷ്യപ്പെടൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുപോലെ നാലാമത് പറയുന്നു, മഹാനായ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്വലാത്തിനെ നിങ്ങൾ പതിവാക്കിയാൽ ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടും. ഒരാളും അവനെ കുറ്റം പറയൂല. നമുക്കറിയാം നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ ഈബത്തുകൾ, നമ്മുടെ ഫസാദുകളൊക്കെ ആളുകൾ പറയുന്നുണ്ട്, ഇല്ലേ? നാത്തൂന്മാർ ഭാര്യയെ കുറിച്ച് പറയുന്നു, അള്ളാഹു അങ്ങനെ നമ്മളെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നവരുണ്ട്, ഇല്ലേ? നമുക്ക് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നു, കളിയാക്കലുകൾ കേൾക്കേണ്ടി വരുന്നു, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു, എല്ലാവരും മുന്നിൽ നമ്മൾ പരിഹാസപ്പെടുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, കൻസുൻ നജാഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഈ 2 പ്രവാചകന്മാരും അനുഭവത്തിലൂടെ പറയുന്ന 2 പദങ്ങളുള്ള വളരെ ചെറിയ ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിശ്ചിത എണ്ണം വെച്ചൊരു 101 അല്ലെങ്കിൽ 313 1001 ചൊല്ലിയാൽ പോലും അധികം സമയം എടുക്കൂല. അത്രയ്ക്ക് ചെറിയ സ്വലാത്ത്. ഈ സ്വലാത്ത് പതിവാക്കിയാൽ ആളുകൾ ആരും നിങ്ങളെ കുറ്റം പറയൂല, നിങ്ങളെ പരദൂഷണം പറയൂല, നിങ്ങളെ പച്ച ഇറച്ചി തിന്നൂല. നിങ്ങളോട് അവർക്ക് എല്ലാവർക്കും ഒരു
അനുകമ്പ, ഒരു വല്ലാത്ത മനസ്സിൽ നിങ്ങളുടെ ഒരു ദയ, ഒരു ഇഷ്ടം, ഒരു സഹാനുഭൂതി നിങ്ങളോട് തോന്നുമെന്ന് പ്രവാചകന്മാരാകുന്ന ഇലിയാസ് നബി, ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. അത് മാത്രമല്ല, അഞ്ചാമത്തെ നേട്ടം ഞാൻ വേഗം പറഞ്ഞു പോവാണ്. കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ, കൂടുതൽ അറിവ് നമുക്ക് പഠിക്കണം. അല്ലാതെ വെറുതെ നിങ്ങളെ 20-25 മിനിറ്റ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അറിവ്. അള്ളാഹു ഈ സദസ്സ് കബൂലാക്കട്ടെ. അഞ്ചാമത്തെ നേട്ടം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം. വീടില്ല ഉസ്താദെ, മക്കളില്ല ഉസ്താദെ, ജോലിയില്ല ഉസ്താദെ, വിവാഹ പ്രായമെത്തി വിവാഹം നടക്കണില്ല, മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല, ജോലിക്ക് ശമ്പളം മാറ്റയില്ല, ജോലി സ്ഥലത്ത് പ്രശ്നമാണ്, കുടുംബത്തിൽ പ്രശ്നമാണ്, കച്ചവടത്തിൽ ബറക്കത്തില്ല, അങ്ങനെ തുടങ്ങി പ്രയാസ പ്രതിസന്ധികളും ആവലാദികളും വേവലാദികളും ദുരിതങ്ങളും കടങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഭാണ്ഡം ചുമന്ന കപ്പലാ നമ്മൾ, അല്ലേ? ഒരു വലിയ ഭാണ്ഡം കയറി ചുമന്ന കപ്പലാ നമ്മൾ. ആ പ്രതിബന്ധങ്ങൾക്കിടയിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ, ഒഴുക്കിനൊത്തങ്ങ് നീന്താണ്. ആ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ ഈ പരിശുദ്ധമായ സ്വലാത്ത് എല്ലാ ദിവസവും ഒരു നിശ്ചിത എണ്ണം പതിവാക്കിക്കൊള്ളിൻ. എത്രയായിക്കോട്ടെ നിങ്ങളത് പതിവാക്കിക്കൊള്ളിൻ. അത് നിങ്ങൾക്ക് ജീവിത പ്രയാസങ്ങളെ മാറ്റിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തെ നേട്ടം, നിങ്ങളുടെ മരണം നല്ല മരണം ലഭിക്കും. നല്ല മരണം, അതുപോലെ ഖബർ ജീവിതം അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. വിചാരണ ഹിസാബൻ യസീറ, വിചാരണ എളുപ്പമാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ്. എല്ലായിടങ്ങളിലും ഖബർ തൊട്ട് തുടങ്ങി മരണം മുതൽ ഖബറിലൂടെ, മീസാനിലൂടെ, സിറാത്തിലൂടെ, നന്മത്തിന്മകൾ രേഖപ്പെടുന്ന കിതാബിലൂടെ അള്ളാഹിന്റെ സ്വർഗ്ഗത്തുനിന്ന് വരെ അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണനയുണ്ടാകും. ഏഴാമത്തെ നേട്ടം, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം, നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം, നമ്മുടെ ഏറ്റവും വലിയ ആവേശം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്നാണ്. മുത്ത് ഹബീബിനെ കാണാൻ ഷാമിൽ നിന്നൊരാൾ വന്നു. എന്നിട്ട് നബി തങ്ങളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയും, നബിയെ എനിക്കൊരു വാപ്പയുണ്ട്, ആ വാപ്പാക്ക് അങ്ങേ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ. അള്ളാഹ് റസൂൽ പറഞ്ഞു, വാപ്പായെ കൊണ്ടുവാ, എന്നെ കാണാലോ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ, വാപ്പയോട് ഇങ്ങോട്ട് വരാൻ പറ. ഇത് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, അള്ളാഹ് റസൂലെ വാപ്പായെ കൊണ്ടുവരുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല, എന്റെ ഉപ്പാക്ക് കണ്ണിന് കാഴ്ചയില്ല, ഷാമിലുള്ള എന്റെ വാപ്പാക്ക് കണ്ണിന്റെ കാഴ്ചയില്ല, പക്ഷെ നിങ്ങളെ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ് എന്റെ വാപ്പ എപ്പോഴും പറയുമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം. ഈ സ്വലാത്ത് ഒരാഴ്ച അങ്ങ് പതിവാക്കിക്കോ, ദിവസങ്ങൾ പതിവാക്കിക്കോ, ഉറപ്പായി നബിയെ കാണുമെന്നാണ് ഹദീസിന്റെ ആശയത്തിൽ കാണാം. അതിന്റെ അവസാനത്തിൽ കാണാം, വാപ്പ മകനോട് പറഞ്ഞു കൊടുത്തു എന്നും ആ സ്വലാത്ത് വാപ്പ പതിവാക്കിയെന്നും ഒരാഴ്ചക്കുള്ളിൽ ആ വാപ്പ ഷാമിലുള്ള പിതാവ് മദീനയിലുള്ള മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്ന് കിതാബിൽ നമുക്ക് കാണാം. അത്രമാത്രം പവർഫുള്ളായ ഈ സ്വലാത്ത് ഏതാണെന്നല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് ആ സ്വലാത്ത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അത്രേ ഉള്ളൂ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മഹാത്മ രേഖപ്പെടുത്തുന്നു, മുത്തനബി തങ്ങളുടെ പേര് പറയുന്നത് കൊണ്ട് അവസാനം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുകൂടി ഉൾപ്പെടുത്തൽ നല്ലതാണ്. പക്ഷെ കിതാബിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഷഹറാനി ഇമാം പറയുന്നുണ്ട്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നഖം മുറിക്കാനുണ്ട്, മറന്നു പോകരുത്. അശ്രദ്ധമായി പോകരുത്. സമയം കിട്ടിയില്ല എന്ന് പറയല്, നഖം മുറിക്കുക. അതോടൊപ്പം താടി ലെവല് ചെയ്യുക, താടി വൃത്തിയാക്കുക, വടിക്കാനല്ല, അത് വൃത്തിയാക്കുക. മീശ വെട്ടുക, സുഗന്ധം പൂശുക. പുരുഷന്മാരോടൊട്ട പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് താടിയില്ലല്ലോ എന്ന് പറയണ്ട, പുരുഷന്മാരിന് എടുത്തു പറയണ്ട, താടി പുരുഷന്മാർക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. അതോടൊപ്പം സുഗന്ധം പൂശുക, സുന്നത്തു കുളിക്കുക. ഉമ്മമാരെ പലപ്പോഴും നമ്മൾ നമുക്ക് ജുമ ഇല്ലല്ലോ ഉസ്താദേ എന്ന് കരുതി ചുമ്മ വെള്ളം വീത്തുകയാണ്. അല്ല, നമ്മൾ കരുതുക, ജുമായുടെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കുക. പാപ്പമാരെ പെടച്ചടച്ച് വന്ന ഷവറിന്റെ മുമ്പിൽ എവിടെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ തുറന്നു വിട്ട് വേഗം ഒന്ന് പള്ളിയിലേക്ക് പോകുന്ന ശീലം മാറ്റുക. നേരത്തെ ജോലി ഒതുക്കി വരിക, വേഗം ഒന്ന് കുളിക്കുക, ജുമായുടെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ച് കുളിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് പള്ളിയിലേക്ക് പോവുക. പുരുഷന്മാരെ, കുടുംബക്കാരുടെ ഖബർ അവിടെ ഉണ്ട്, സിയാറത്ത് ചെയ്യുക. ആരും അവിടെ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഖബറിന്റെ ചാരത്തുനിന്ന് അല്ലെങ്കിൽ ഖബറാളുകൾ സലാമെങ്കിലും പറയുക, ഒരു ഫാത്തിഹ ഓതുക, ബന്ധുമിത്രാദികള് കുടുംബ ബന്ധം ചേർക്കുക, പിണക്കങ്ങൾ മാറ്റുക. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ മറക്കരുത്. എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന കഹ്ഫ് അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് കാവലാണ്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഒരു ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ചൊല്ലും. 5 തവണ ഇത് ചൊല്ലിയാൽ അവൻ സ്വർഗം കണ്ട് മരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഏതാണത്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി യഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി
ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഒന്നുകൂടി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഒന്നുകൂടി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഈ ബൈത്ത് നമ്മൾ ചൊല്ലുക. നമ്മൾ 5 വട്ടപ്പ ചൊല്ലി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മമാരെ, അതുകൊണ്ട് വെള്ളിയാഴ്ച പരിഗണിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, യാസീൻ ഓതുക, ഇതൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാകട്ടെ. അപ്പോൾ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വലാത്ത് പതിവാക്കിക്കോളിൽ. എത്ര മിനിറ്റ് വേണം? ഒരു 10 എണ്ണം ചൊല്ലാൻ, ഒരു 11 എണ്ണം ചൊല്ലാൻ, ഒരു 33 ചൊല്ലാൻ, 101 ചൊല്ലാൻ സമയം വേണ്ട. പതിവാക്കിക്കോളിൽ. നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നുണ്ട്, അത് കൂടാതെ പതിവാക്കിക്കോളിൽ. ഈ സ്വലാത്ത് മുറുകെ പിടിക്കും. വിധങ്ങളെ സ്വപ്നത്തിൽ കാണുമെന്ന് മഹാനതന്മാർ അനുഭവങ്ങളിലൂടെ പറഞ്ഞതാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് എത്തിക്കുക. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ വിശാലമായ കുറെ അറിവുകൾ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം മഗ്രിബിന് തൊട്ട് മുമ്പ് ദിക്റുകളും ദുആകളും, അന്നത്തെ രാവിലെ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും നമ്മൾ ചൊല്ലുന്നു. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നു, സ്വീകരിക്കുക. അള്ളാഹ് കബൂലാക്കട്ടെ. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ആയിരങ്ങൾ സംഗമിച്ച് തിബ്ബു സ്വലാത്തും തിബ്ബുൽ അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഹദ്ദാദ് റാത്തീബൊക്കെയായി മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ കയറാം, സബ്സ്ക്രൈബ് ചെയ്യുക. മജ്ലിസ് തുടങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.